നമസ്കാരം. ഈ വീഡിയോയ്ക്ക് ആധാരം ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് എനിക്ക് വന്ന ഒരു 3-4 കോളാണ്. അതായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്നാണ് വിളിക്കുന്നത്. ഈ ഫോൺ നമ്പറിൽ നിന്നുള്ള അബ്നോർമൽ യൂസേജ് കാരണം 3 മണിക്കൂറിനുള്ളിൽ ഫോൺ കണക്ഷൻ സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുള്ള ഒരു മുന്നറിയിപ്പ്. ടു നോ മോർ ഡീറ്റെയിൽസ് പ്രസ് 1. ചെയ്തില്ല. ആദ്യം എന്താണ് ഈ അബ്നോർമൽ യൂസേജ് എന്ന് അറിയാൻ വേണ്ടി ഒരു വ്യഗ്രത ഉണ്ടായിരുന്നു, പക്ഷെ ചെയ്തില്ല. ചെയ്തെങ്കിൽ വലിയ കുഴപ്പത്തിലെത്തിയേനെ. അപ്പോൾ പിന്നെ അന്വേഷിച്ചത് പലർക്കും വീട്ടിൽ തന്നെ പലർക്കും ഇങ്ങനെയുള്ള കോൾ വന്നിരുന്നു. ആരും ചെയ്തിട്ടില്ല. കുറച്ച് പ്രായം ചെന്നവരും ഇതിനെക്കുറിച്ച് അറിയാത്തവരും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്നിൽ പ്രസ് ചെയ്യും. ആ പ്രസ്സിലോടുകൂടി നമ്മുടെ എന്താ പറയുക, കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ ബാങ്ക് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്മുടെ കോണ്ടാക്റ്റും സർവ്വ കാര്യങ്ങളും ഹാക്ക് ചെയ്യപ്പെടും. ഈ കോളിന്റെ ഒരു എന്താ പറയുക, ഒരു പരിപൂർണത, അതായത് വളരെ ആർക്കും സംശയം തോന്നാത്ത വിധത്തിൽ നമുക്ക് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത് പോലെയൊക്കെ തന്നെയാണ് കൃത്യമായിട്ടും അതുപോലെ അതിനേക്കാളും ഒരു പെർഫെക്ഷനോടുകൂടി ഇങ്ങനെയുള്ള കോളുകൾ വരുന്നത്. മിക്കപ്പോഴും നമ്പർ അൺനോൺ നമ്പർ ആയിരിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ AI-യുടെയൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയൊക്കെ കാലഘട്ടമാണ്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത പല കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെന്ന വ്യാജേന നമ്മളെ കോണ്ടാക്ട് ലിസ്റ്റൊക്കെ അവരിലായിപ്പോയി കഴിഞ്ഞാൽ നമ്മളെന്ന വ്യാജേന പലരോടും പൈസ ആവശ്യപ്പെടാനും ഒക്കെ ഉള്ള രീതിയിൽ, അതായത് നമ്മളെ ശബ്ദം വരെ അനുകരിക്കാനും നമ്മുടെ ഫേസ് അതേപോലെ നിലനിർത്താനും ഒക്കെ ഉള്ള ഒരു തട്ടിപ്പിന് ഉള്ള വേദി ഒരുങ്ങിയാണ്. ഈ അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ നമ്മുടെ സേഫ്റ്റിക്കും പ്രൊട്ടക്ഷനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് സഞ്ചാർ സാഥി എന്ന് പറയുന്ന ഒരു പോർട്ടൽ. ഇതിനകത്ത് ധാരാളം ഫെസിലിറ്റികളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് അജ്ഞരാണ്, പലരും അജ്ഞരാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചതിക്കുഴികളിൽ ചെന്നുപെടുന്നത്. സഞ്ചാർ സാഥിയിൽ ധാരാളം ഫെസിലിറ്റീസ് ഉണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഫോൺ കളഞ്ഞുപോയി, അത് ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക്, അതായത് CEIR, സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ, ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് നമ്മുടെ ഫോൺ എന്ത് ചെയ്യാം, ബ്ലോക്ക് ചെയ്യാം. തിരിച്ചു കിട്ടി അൺബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം. ഇതിനുപയോഗിക്കുന്നത് IMEI എന്ന് പറയുന്ന ഫോണിലുള്ള ഒരു പ്രത്യേക നമ്പറാണ്, അല്ലെങ്കിൽ അതിന്റെ പാക്കേജിങ്ങിലുള്ള നമ്പറാണ്. ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ. ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ എന്ന് പറയുന്ന ഈ നമ്പർ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ CEIR പോയിട്ട് നമുക്ക് നമ്മുടെ ഫോൺ കളഞ്ഞു പോയെങ്കിൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. തിരിച്ചു കിട്ടിയാൽ നമുക്ക് അൺബ്ലോക്ക് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ ബ്ലോക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു IMEI ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു നെറ്റ്വർക്കിലും ഈ കൊണ്ടുപോയ ആളിന്റെ ഇത് കിട്ടിയ ആള് ഒരു നെറ്റ്വർക്കിലും ഉപയോഗിക്കാൻ കഴിയില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ കണക്ഷൻ വിച്ഛേദിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരു മുന്നറിയിപ്പ് തരുന്നത് ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഒന്നും തരത്തില്ല. നമുക്ക് നമ്മുടെ ഇന്റർനെറ്റ് കട്ട് ചെയ്യുന്നത് നമുക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നവരാണ്. നമ്മൾ ഏത് സിമ്മാണോ എടുത്തിരിക്കുന്നത് അവരല്ലേ നമുക്ക് ഇന്റർനെറ്റ് കട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള അറിയിപ്പ് തരേണ്ടത്. അതിന് മതിയായ കാരണങ്ങൾ വേണ്ടേ? ഒന്നുമില്ലാതെ ഈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ട്രൈ ഇങ്ങനെ പറയാം, അവരൊരിക്കലും ഇത്തരത്തിൽ ഒരു മെസ്സേജ് തരില്ല. CEIR ഉപയോഗിച്ച് നമുക്ക് ട്രേസ് ചെയ്യാൻ ഉപയോഗിക്കാം. അതുപോലെ തന്നെ മറ്റൊരു ഫെസിലിറ്റിയാണ് നോ യുവർ മൊബൈൽ, KYM. മൊബൈലിന്റെ ഒരു പ്രത്യേക നമ്പർ ഉപയോഗിച്ച് നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാൻ കഴിയും. അതായത് ഈവൻ ബിഫോർ ബൈയിങ് ഇറ്റ്, വാങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മൊബൈലിനെ കുറിച്ച് ഇത് കൊള്ളാമോ എന്നൊക്കെ ഉള്ള അന്വേഷിക്കാൻ കഴിയും. അതുപോലെ തന്നെ സെക്കൻഡ് ഹാൻഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ കഴിയും. ഇത് നേരത്തെ എന്തെങ്കിലും ഫ്രോഡ് കേസിന് ഉപയോഗിച്ചതാണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അന്വേഷിക്കാം. അതാണ് നോ യുവർ മൊബൈൽ എന്ന് പറയുന്നത്, KYM. അതുപോലെ മറ്റൊന്നാണ് TAFCOP, ടെലികോം അനലിറ്റിക്കൽ ഫോർ ഫ്രോഡ് മാനേജ്മെന്റ് ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടി ആവിഷ്കരിച്ചിരിക്കുന്ന മറ്റൊരു ഓപ്ഷൻ. ദെൻ റിക്വിൻ, റിപ്പോർട്ടിംഗ് ഇൻകമിംഗ് ഇന്റർനാഷണൽ കോൾ വിത്ത് ഇന്ത്യൻ നമ്പർ, RIC
WIN, റിപ്പോർട്ടിംഗ് ഇൻകമിംഗ് ഇന്റർനാഷണൽ കോൾ വിത്ത് ഇന്ത്യൻ നമ്പർ. നമുക്കൊരു കോള് വരുന്നു, പക്ഷെ നോക്കുമ്പോൾ ഇന്ത്യൻ നമ്പറാണ്, പക്ഷേ കോള് വിദേശത്തു നിന്നാണ്. ഇന്റർനാഷണൽ കോള് വരുന്നു, പക്ഷെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്ത്യൻ നമ്പറാണ്. അത് നമ്മൾ പരാതിപ്പെടാൻ അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്ഷനിലേക്ക് പോയിട്ടാണ്. സഞ്ചാർ സാഥി എടുത്ത് ഈ ഓപ്ഷനിൽ പോയിട്ടാണ് നമ്മൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് അടക്കം നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പരാതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലൊരു കോള് വരുന്നു, സസ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കണക്ഷൻ വിച്ഛേദിക്കും എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ള കോളുകൾ വന്നാൽ, അത്തരത്തിലുള്ള ഫ്രോഡ് കമ്മ്യൂണിക്കേഷൻ ഏത് രീതിയിൽ വാട്സപ്പ് ആയിരുന്നാലും ടെക്സ്റ്റ് മെസ്സേജ് ആയിരുന്നാലും ഏത് രീതിയിലുള്ള നേരിട്ട് കോളായിട്ട് വിളിച്ചു പറഞ്ഞാലും ഇങ്ങനെയുള്ള കോളുകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ചക്ഷു എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ മറ്റൊരു ഫെസിലിറ്റി ഉണ്ട് ഈ പോർട്ടൽ. സഞ്ചാർ സാഥി എന്ന് പറയുന്ന പോർട്ടലിൽ ഉള്ള മറ്റൊരു ഓപ്ഷനാണ്, അല്ലെങ്കിൽ ഫെസിലിറ്റിയാണ് ചക്ഷു എന്ന് പറയുന്നത്. അതിനകത്ത് പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇത്തരത്തിലുള്ള ഫ്രോഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി സർക്കാർ, കേന്ദ്ര സർക്കാരും അതുപോലെ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഇതിനെ കുറിച്ചൊന്നും അന്വേഷിക്കാറില്ല. അതാണ് കാര്യം. അതുകൊണ്ട് ഇനി മുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ബോധവാന്മാരായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.